പഠന കോൺഗ്രസിന് ഇന്ന് തുടക്കമായി. ആഗോളവത്കരണത്തിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും കാലത്ത് ബദൽ വികസന മാതൃകയായി കേരളം വളരണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവ ഉദാരവൽക്കരണത്തിന്റെയും വർഗീയ അജണ്ടകളുടെയും കാലത്ത് രാജ്യത്തിന്റെ ബദൽ വികസന മാതൃകയായി കേരളം മാറണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന ധനസഹായം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോദിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം നൽകിയ കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് നേട്ടമുണ്ടാകുന്നത്. But nevertheless, it was internationally famous in terms of it's still in circulation, what is called the Kerala model. But correctly, Comedium has felt that there is a need for strengthening the material production base in the state, and how should we go about doing it. So this series of conferences began with that specific purpose, and it's been through 3 of them earlier. This is the 4th one, and I think this is very important in the present juncture when we have both the problems of how to revitalize and reinvigorate the economic development in Kerala. കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് ശക്തമായ സംവിധാനം വേണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. മാഫിയകൾ വ്യാപകമായി കയ്യേറുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാനും കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കാനും ശക്തമായ സംവിധാനം ഉണ്ടാകും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അധ്യക്ഷനായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് പ്രമുഖരായ പ്രഭാത് പട്നായിക്, KN പണിക്കർ, മൃദുൽ ഈപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യൂബൻ അംബാസിഡർ ഓസ്കർ മാർട്ടിനസും ചടങ്ങിൽ സജീവ സാന്നിധ്യമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പഠന കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട സമഗ്രമായ വിലയിരുത്തലിലേക്ക് പോകുമ്പോൾ നമ്മോടൊപ്പം CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് തത്സമയം ചേരുന്നു. ഒപ്പം സാമ്പത്തിക വിദഗ്ധരായ KN ഹരിലാലും ഡോക്ടർ BA പ്രകാശ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജൻ, ഒപ്പം CP ജോണും. ചർച്ചയിലേക്ക് പോകുമ്പോൾ ഡോക്ടർ KN ഹരിലാലിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ ഹരിലാൽ, ഒരുപക്ഷെ ഐക്യകേരളം രൂപീകൃതമായതിനു ശേഷം 4ാമത്തെ പഠന കോൺഗ്രസിലേക്ക് പോകുന്നു. ഒട്ടേറെ വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വികസന കാഴ്ചപ്പാടുകളൊക്കെ തന്നെ കഴിഞ്ഞ 68 കാലത്തോളം മുന്നോട്ട് വയ്ക്കുകയും അതിലൂടെയൊക്കെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 4ാം പഠന കോൺഗ്രസ് കേരളത്തിൻ്റെ സമഗ്ര വികസനവുമായി ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുമ്പോൾ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്, പദ്ധതികളാണ്. ഒട്ടേറെ പദ്ധതികൾ അവലോകനം ചെയ്യപ്പെടുന്നുണ്ട്. സാഹചര്യങ്ങൾ നമുക്കറിയാം. കേരളത്തിൻ്റെ ദേശീയതലത്തിലുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും സാഹചര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടുള്ള വ്യക്തമായൊരു പദ്ധതിയാണോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ പദ്ധതിയെ ഒന്ന് വിലയിരുത്തിയാൽ, താങ്കളെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധൻ. ഇതിലേറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് പങ്കാളിത്തമാണ്. ഈ പഠന കോൺഗ്രസ്സിന് തൊട്ട് മുമ്പായിട്ട് ജില്ലകളിൽ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. വിപുലമായ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകരും പണ്ഡിതന്മാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വിശദമായ ചർച്ച മിക്കവാറും എല്ലാ വിഷയങ്ങൾ സംബന്ധിച്ചും നടന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്നും നാളെയുമായിട്ട് പഠന കോൺഗ്രസ്സിലെ ചർച്ച നടക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മാതൃകയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു പ്രത്യേകത. 4 പഠന കോൺഗ്രസ്സുകളുടെ കാര്യം മാത്രമല്ല, യഥാർത്ഥത്തിൽ 1957 ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലും വിപുലമായിട്ടുള്ള ഇതുപോലുള്ള വികസന സംവാദം നടന്നിരുന്നു. ആ വികസന ചർച്ചകളുടെ ഫലമായിട്ടാണ് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള പല നടപടികളും ആദ്യത്തെ ഗവൺമെൻറ്റിന് 1957 ഗവൺമെൻറ്റിന് എടുക്കാൻ കഴിഞ്ഞത്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ പഠന കോൺഗ്രസ്സുകൾ പൊതുവെ നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ 3000-ലധികം പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നു. കേരളത്തിലെ വിവിധ അക്കാഡമിക് സ്ഥാപനങ്ങളിലുള്ള വിദഗ്ധന്മാർ വരുന്നു, പൊതുപ്രവർത്തകർ വരുന്നു. കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ഇത്രയേറെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചർച്ചകളിലൂടെ തീർച്ചയായിട്ടും ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം, കേരളത്തിൻ്റെ സമാധാന പാരമ്പര്യം നിലനിർത്തേണ്ടത് വികസനത്തിനും അഭിവൃദ്ധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരള സംസ്കാരത്തെ നിലനിർത്തുന്നതിന്
ഏറ്റവും അടിസ്ഥാനപരമായി ഇന്നത്തെ ആക്ടിവിറ്റീസ്, ഇന്നത്തെ അവിടുത്തെ ബിസിനസ് അടിവരയിട്ട് പറഞ്ഞ കാര്യം അതാണ്. അതോടൊപ്പം ഓരോ വികസന മേഖലയിലും എടുക്കേണ്ട സമീപനം സംബന്ധിച്ച് കൃഷിയിലും വ്യവസായത്തിലും അതുപോലെ തന്നെ സേവന മേഖലയിലും എടുക്കേണ്ട പുതിയ സമീപനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടു. തീർച്ചയായിട്ടും കേരളീയരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശ നൽകുന്ന തുടക്കമാണ് കേരള പഠന കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. യെസ്, തീർച്ചയായും താങ്കളിലേക്ക് എത്താം. ഡോക്ടർ ബി എ പ്രകാശ്, ഇവിടെ പദ്ധതി ഇതിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന കാഴ്ചപ്പാടുകൾ, വികസന പദ്ധതികളൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് പുതുമ താങ്കൾക്ക് നോക്കിക്കാണാൻ കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ച് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയിൽ കൂടുതൽ ജനകീയ പങ്കാളിത്തം ഉണ്ടാകണം, നവൽ ലിബറൽ നയങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവകാശപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി പുതിയ ഒരു സാമ്പത്തിക ചട്ടക്കൂടിലൂടെ സഞ്ചരിക്കണം. ഇതിൽ ഉയർന്നു വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തായാലും 2 ദിവസം പഠന കോൺഗ്രസ് ഉണ്ട്, ചർച്ചകൾക്ക് വിധേയമാക്കിയ ശേഷം സംക്ഷിപ്ത രൂപത്തിലേക്കൊക്കെ തന്നെ എന്തായാലും എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. താങ്കൾ വിലയിരുത്തി കഴിഞ്ഞാൽ പുതിയ കാഴ്ചപ്പാടുകൾ ആണോ, അതോ ഈ പറയുന്ന കഴിഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ ഐക്യ കേരളം ആ കാലഘട്ടത്തിനനുസരിച്ച് ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ വീണ്ടും മാറി മാറി വരുന്ന വലിയ പുതുമയില്ല എന്ന ഒരു നിരീക്ഷണമാണോ താങ്കൾക്കുള്ളത്? വ്യക്തമായി പരിശോധിച്ചാൽ. അല്ല, ഈ ഡോക്യുമെൻറ്റിൻ്റെ മുഴുവനും എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയില്ല. എന്നാലും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ ഞാൻ കാണുന്ന ചില നിരീക്ഷണങ്ങൾ ഇതാണ്. ഒന്ന്, ഈ സാധാരണ ഒരു വികസന ഡോക്യുമെൻറ്റുകളിൽ തീർച്ചയായിട്ടും ഓരോ സെക്ടറിൻ്റെ പ്രശ്നങ്ങൾ, അത് ഇപ്പോൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ്, അതിൻ്റെ പോരായ്മകൾ, ആ ഒരു സാഹചര്യത്തിൽ പുതിയ ആൾട്ടർനേറ്റീവ്സിനെ പറ്റിയുള്ള ഒരു അവതരണമാണ് സാധാരണ ഒരു വികസന ഡോക്യുമെൻറ്റ്സിലുള്ളത്. പക്ഷേ ആ തരത്തിലുള്ളൊരു കാഴ്ചപ്പാടല്ല ഇതിനകത്ത് കൂടുതലുള്ളത്. ഇതിനകത്ത് കൂടുതലും ആ UDF സർക്കാരിനെ അവരുടെ പോരായ്മകൾ കൂടുതൽ ചൂണ്ടിക്കാണിക്കുക, അതിന് എതിരായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ്സ് കൊണ്ടുവരിക, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗൻഡ അപ്രോച്ചാണ് വന്നിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഈ കേരള വികസനത്തെപ്പറ്റി ഒരു റിവ്യൂ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ 10-60 വർഷത്തെ റിവ്യൂ. ആ റിവ്യൂവിലുള്ള വലിയൊരു പോരായ്മ, അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നേടിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യ ജീവിത നിലവാരങ്ങളിൽ വന്നിരിക്കുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ നയങ്ങളും നടപടികളുമാണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് വെൽഫെയർ സ്കീംസ്, തീർച്ചയായിട്ടും അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. പക്ഷേ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം വിട്ടുപോയി. ഈ കഴിഞ്ഞ 60 വർഷത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക ചരിത്രം പരിശോധിച്ചാൽ 75-ന് ശേഷം കേരള സമ്പദ്ഘടനയിലും സമൂഹത്തിലും ഏറ്റവും വലിയ മാറ്റം വരുത്തിയത് വൻതോതിലുള്ള ഗൾഫ് കുടിയേറ്റവും അവിടെ നിന്ന് കിട്ടിയ പണമാണ്. നമ്മുടെ ദാരിദ്ര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വൻതോതിൽ കിട്ടുന്ന പണമാണ്. നമ്മുടെ ഇവിടെ സംസ്ഥാന ബഡ്ജറ്റിനേക്കാളും കൂടുതൽ തുക അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കേരളത്തിലെ 2-3 ജില്ല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും വൻതോതിൽ പണം കിട്ടുന്നുണ്ട്. ഈ 40 വർഷം കേരളം മുന്നോട്ട് പോയ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ തരത്തിലുള്ള ഈ ഗൾഫ് കുടിയേറ്റവും പക്ഷെ അത് ചൂണ്ടിക്കാണിക്കാതെ, അതിൻ്റെ പ്രാധാന്യം കണക്കിൽ എടുക്കാതെ ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ വികസനത്തിൻ്റെയും റോള് താങ്കൾ ഉന്നയിക്കുന്ന ഒരു വിമർശനം ഞാൻ തോമസ് ഐസക്കിലേക്ക് ഞാൻ ഒരു തവണ പോയ ശേഷം ഞാൻ മടങ്ങിയെത്താം. ശ്രീ തോമസ് ഐസക്, എന്തായാലും പഠന കോൺഗ്രസ് വ്യക്തമായ ഒരു ദിശാബോധം, വികസനത്തിന് വ്യക്തമായ കാഴ്ചപ്പാട്, ദിശാബോധം മുന്നോട്ട് വയ്ക്കുന്നു. ഒരു പക്ഷേ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക മുന്നോക്കാവസ്ഥയിലേക്ക്, വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നു. ചിലവൊക്കെ ഒരു പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ കൂടി ചിലവിനനുസരിച്ച് ആഭ്യന്തര നികുതി പോലും പിരിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യം, ഇങ്ങനെ ഒട്ടേറെ പ്രതികൂല ഘടകങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്തമായ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഒരു വ്യക്തമായൊരു വികസന അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്. വെല്ലുവിളികൾ എത്രത്തോളം ആത്മവിശ്വാസം ഇക്കാര്യത്തിലുണ്ട് പൊതുവെ വിലയിരുത്തിയാൽ? അല്ല, അതിലേക്ക് പോകുന്നതിന് മുമ്പ് BA പ്രകാശ് പറഞ്ഞതിന് മറുപടി പറയണ്ടേ. പ്രകാശ് പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുമ്പോൾ ഓരോ മേഖലയും എടുത്ത് അതിലെ ഇന്നലെയുള്ള പ്രശ്നങ്ങൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണമെന്ന് പറയണം, അതിന് പകരം പൊതുരാഷ്ട്രീയം പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞ പോലെ ഇത് വായിച്ചിട്ടുണ്ടാകത്തില്ലായിരിക്കും. ഇത് ഓരോ അധ്യായവും 30 അധ്യായമുണ്ട് ഇവിടുത്തെ വികസന രേഖയ്ക്ക്, 500 പേജുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് ഓരോ മേഖലയുടെയും പ്രശ്നങ്ങളെ എടുത്ത് പരിശോധിച്ച് പോവുകയാണ്. അത് ഏതെങ്കിലും മനോസൃഷ്ടിയല്ലെന്ന്. ആൽവിൻ പ്രകാശിനെ എന്നെയൊക്കെ പോലുള്ള അക്കാഡമിക്സ് കേരളത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഓരോ മേഖലയിലും പഠനങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഓരോ അധ്യായത്തിനുള്ള
റെഫറൻസ് ലിസ്റ്റ് നോക്കി വെച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയാതെ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അത് പ്ലാനിംഗ് ബോർഡിൻ്റെ വിഷൻ 2030 NCRന് കരാർ കൊടുത്തിട്ട് ഗൂഗിൾ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ട് എൻ്റെ പുസ്തകം ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അതിൽ ഓരോ അധ്യായത്തിൻ്റെയും അംഗത്തരങ്ങളെക്കുറിച്ച് ഇതിന് ആൽവിൻ പ്രകാശിൻ്റെ പോലും ലേഖനങ്ങൾ റെഫർ ചെയ്യാതെ എഴുതിയിട്ടുള്ള ഒരു അവലോകനം ആണ് യഥാർത്ഥത്തിൽ വിഷൻ 2030. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അധ്യായം എന്ന് പറഞ്ഞല്ലോ, ഓരോന്നിനെയും കുറിച്ചും 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറുകൾ. ആ സെമിനാറുകൾ ഞങ്ങൾ ഇന്ന് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതത് മേഖല പണ്ഡിതന്മാർക്ക് എന്ത് വേണമെങ്കിലും എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യാം. ആ ചർച്ചകളൊക്കെ തീർന്നതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ AKG പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്, വിവരമാണ് എനിക്കിന്ന് പറയാനുള്ളത്. രണ്ടാമത്തെ ഗൾഫ് കാര്യത്തെക്കുറിച്ച് അതിനൊരു പ്രത്യേക അധ്യായമുണ്ട്, പ്രത്യേകം ഒരു സമ്മേളനവും നടക്കുന്നുണ്ട്. ഗൾഫ് കുടിയേറ്റം അതുണ്ടാക്കിയിട്ടുള്ള സമൂഹത്തിൽ മാറ്റങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് തുടങ്ങിയവ മൊത്തത്തിലുള്ള 60 വർഷത്തെ 70 വർഷത്തെ അവലോകനം പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഗൾഫ് കുടിയേറ്റം അത് വരുത്തിയ വരുമാനം ഇതെല്ലാം. പക്ഷേ ആൽവിൻ്റെയൊക്കെ വിശകലനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇവിടെ വരുന്ന വിശകലനം എന്താണെന്നറിയാമോ? ആൽവിൻ പ്രകാശിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ആകാശത്ത് നിന്ന് മഞ്ഞ വീഴുന്ന പോലെ വീണതാണ് ഗൾഫ് പണം, അതുകൊണ്ടാണ് മാറ്റം വന്നതെന്നാണ്. അതേസമയത്ത് ഞങ്ങളുടെ രേഖയിൽ വാദിക്കുന്നത് അങ്ങനെയല്ല. മറിച്ച് കേരളത്തിൽ നമ്മൾ മാനവ വിഭവ ശേഷി ഉയർത്തുന്നതിന് നടത്തിയ നിക്ഷേപം, ആ നിക്ഷേപം പെട്ടെന്നൊരു ദിവസം നമുക്ക് നേട്ടം തന്നില്ലെങ്കിലും ദീർഘനാളിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങളിൽ കയറുന്നതിന് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഗൾഫിൽ നിന്നുള്ള പണവരുമാനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇൻറ്റേർണൽ ലോജിക്കിൻ്റെ ഒരു തുടർച്ചയാണത് എന്നുള്ള വാദം വെക്കുന്നത്. ആൽവിൻ വേണമെങ്കിൽ അതിൽ വിരോധം പറയാം, പക്ഷെ അത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ അധ്യായം തയ്യാറാക്കിയിട്ടുള്ളത്. യെസ്, ഞാൻ താങ്കളിലേക്ക് ശ്രീ തോമസ് ഐസക് ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ CP ജോൺ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. CP ജോൺ, താങ്കൾ കൊൽക്കത്തയിലാണെന്ന് അറിയാം, തിരക്കുകൾക്കിടയിലാണെന്നും ബോധ്യമുണ്ട്. എങ്കിൽ കൂടി താങ്കളോട് ചോദിക്കുകയാണ്. കാരണം കേരള പരിപ്രേക്ഷ്യ പദ്ധതി 2030 ഒരുപക്ഷെ അത് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്തേക്ക് ബഹുദൂരം ഒരുപക്ഷെ തോമസ് ഐസക് സൂചിപ്പിച്ചതുപോലെ ഉടനടി അല്ലെങ്കിലും ദ്രുത വികസനം തന്നെയാണ് ലക്ഷ്യമെങ്കിലും പെട്ടെന്ന് ഒരു പക്ഷേ ഒരു ഇമ്പാക്റ്റിലേക്ക് പോയില്ലെങ്കിൽ കൂടിയും വ്യക്തമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടുകളാണോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇവിടെ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതികൾ, അത് അടിസ്ഥാന വികസനം തൊട്ട് പ്രത്യേകിച്ച് പലപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ നമ്മൾ ഇത്രത്തോളം വർഷം എത്തിയിട്ടും വലിയ സംരംഭങ്ങളും അല്ലെങ്കിൽ നിക്ഷേപങ്ങളും വരുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറെ പിന്നോക്കം പോകുന്നു. ഈ അവസ്ഥകളെല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. വ്യക്തമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു രൂപരേഖ അത് വലിയ തോതിൽ ഒരു പ്രത്യാശ നൽകുന്നതാണോ താങ്കളുടെ നിരീക്ഷണത്തിൽ? ഞാൻ കേരള പഠന കോൺഗ്രസിൽ എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷെ എനിക്ക് കൽക്കട്ടയിൽ പരിപാടികളായിരുന്നുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല. നാളെ എന്നെ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് KN ഗംഗാധരൻ എന്നെ വീണ്ടും വിളിച്ചിരുന്നു. ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഡോക്യുമെന്റുകൾ എന്റെ കയ്യിലില്ല. പക്ഷേ ഇവിടെ വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഡോക്യുമെന്റ് നോക്കാതെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും തോമസ് ഐസക് പറഞ്ഞ ഒരു കാര്യം, കാരണം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന പരിപ്രേക്ഷ്യ പദ്ധതി 2000 അല്ലെങ്കിൽ 30 അത് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞോളൂ അത് താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഞാൻ പറയാം. എന്തായാലും 2030 പരിപ്രേക്ഷ്യ പദ്ധതിയെ വിമർശിക്കാനെങ്കിലും ഇപ്പൊ തയ്യാറായത് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ പരിപ്രേക്ഷ്യ പദ്ധതി വന്നിട്ട് ഒരു വർഷത്തിലധികം ആവുകയാണ്. MLA-മാരോടും അതുപോലെ തന്നെ നമ്മൾ ബാക്കി ബന്ധപ്പെട്ടവരോടൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 വർഷത്തിലധികമായി. ആ പദ്ധതി തയ്യാറാക്കുന്നതിൽ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിൽ വളരെ ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചിട്ട ഒരാളാണ് ഞാൻ. ആ പദ്ധതിയെ കീറി മുറിക്കാനാണ് ഇത് പുറപ്പെട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ആ പദ്ധതി 2030 പ്ലാൻ എന്ന് പറയുന്നത്, പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നത് കേവലമായ ഡോക്യുമെന്റ് മാത്രമല്ല, കേരളത്തിന്റെ 2030 നടക്കേണ്ട പദ്ധതിയുടെ വികസനത്തിനെ പദ്ധതിയിലേക്ക്, പ്ലാനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്യുമെന്റ്, വിഷൻ ഡോക്യുമെന്റ് മാത്രമല്ല. അതുകൊണ്ട് അടുത്ത ആനുവൽ പ്ലാനിൽ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ആനുവൽ പ്ലാനിൽ കൂടി ഈ 2030 പോകാനുള്ള മാർഗത്തില് ഓരോ ചെറിയ സ്റ്റെപ്പ് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് വളരെ അഭിമാനമുണ്ട് എന്ന് മാത്രമല്ല, ഇത്രയും ദീർഘകാലത്തേക്കുള്ള ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും
ഉണ്ടാക്കിയിട്ടില്ല എന്നതും ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. പക്ഷേ അത് സി പി ജോൺ ഒരു പോരായ്മ കൂടി ഒന്ന് ഇടപെട്ടുകൊണ്ട് ദയവായി എല്ലാ തരത്തിലുമുള്ള കേരളത്തിന്റെ വികസന പോരായ്മകളെയും അതേ ബോധ്യത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാനിംഗ് ബോർഡിന്റെ കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് അടക്കം വ്യക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അതിൽ പൂർണ്ണമായ അർത്ഥത്തിൽ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഒരുപക്ഷെ ഉയരുന്നത്. താങ്കൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ദയവായി ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. അല്ല, എന്തിനാണ് ഇടപെടുന്നത്? ഞാൻ സംസാരിക്കല്ലേ? യെസ്, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ, മറുപടി. ഞാൻ പറഞ്ഞാലും നിങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് കേരള പെർസ്പെക്റ്റീവ് പ്ലാൻ ചർച്ചയ്ക്ക് വന്നത് വളരെ നന്നായി. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പെർസ്പെക്റ്റീവ് പ്ലാനിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ എന്ത് തന്നെയായാലും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും സ്വാഗതം ചെയ്യേണ്ടതാണ്. 2. 3, എന്താണ് പെർസ്പെക്റ്റീവ് പ്ലാൻ പറഞ്ഞത് എന്ന് ഈ തരുണത്തിൽ ജനങ്ങളോട് പറയാനുള്ള ഒരു അവസരം ഞങ്ങൾക്കുണ്ട്. എന്താന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വളർച്ചയുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 56 തൊട്ട് 86, 87 വരെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഐസക്ക് പറഞ്ഞ പല കാര്യത്തോടും ഞാൻ യോജിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങളിലെ അടിസ്ഥാന കാര്യങ്ങൾ, ഭൂപരിഷ്കരണം, നമ്മുടെ പ്രവാസത്തിന്റെ ആരംഭം, ഇത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രോത്ത് 1% ആയിരുന്നു. 1.1% ആയിരുന്നു. 87 തൊട്ട് 2002 വരെ ഒരു 2.5% അനുസരിച്ചുള്ള ഗ്രോത്ത് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്നും LDF UDF തർക്കിക്കേണ്ടതല്ല, ഇത് എക്കണോമിക്സ് ആണ്, എക്കോണമിയാണ്, പോളിറ്റിക്സ് മാത്രമല്ല. അതിൽ 2002 ശേഷം ദീർഘകാലത്തേക്ക് തന്നെ നമുക്കൊരു 7% ഗ്രോത്ത് റേറ്റ് ഉണ്ടായി എന്നതാണ് ഞങ്ങളുടെ ഈ 2030 ഡോക്യുമെന്റ് എഴുതിയപ്പോഴുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഞങ്ങൾ പറയുന്നത് ഈ ഗ്രോത്ത് റേറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ താഴെ നിൽക്കുന്ന വരുമാനത്തിന്റെ മിഡിൽ ഇൻകം ഗ്രൂപ്പിന്റെ ഏറ്റവും താഴേക്കെങ്കിലും, അല്ലെങ്കിൽ ലോകത്തെ മിഡിൽ ഇൻകം ഗ്രൂപ്പ് രാജ്യങ്ങളുടെ താഴത്തെ നിലയിലേക്കെങ്കിലും കേരളത്തിനെ എത്തിക്കാനായിട്ട് സാധിക്കും എന്ന ആത്മവിശ്വാസം നൽകലാണ് 2030 ഡോക്യുമെന്റിന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള കാര്യം. അതല്ലാതെ ഒരു വലിയൊരു അപകടം വരാൻ പോവുകയാണ്, അതല്ലെങ്കിൽ വലിയൊരു കറ്റസ്ട്രോഫ് ഉണ്ടാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ അപ്പോക്കാലിപ്സ് എല്ലാം നശിക്കാൻ പോവുകയാണ് എന്ന വാദത്തിനപ്പുറത്ത് ഇത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് എന്ന് കാണിക്കുന്നു എന്നുള്ളതാണ് 2030 ഡോക്യുമെന്റിന്റെ ഏറ്റവും പ്രധാനം. ഞാൻ താങ്കളിലേക്ക് ശ്രീ തോമസ് ഐസക്, താങ്കൾ കേട്ടുവല്ലോ സി പി ജോൺ അവിടെ ഒരു പക്ഷേ താരതമ്യ പഠനം നടത്തുമ്പോൾ അവിടെ വ്യക്തമായി എന്തുകൊണ്ട് പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ 2030 ഇത്ര വർഷം എടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ രൂപരോഗം മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ വശങ്ങൾ, സാങ്കേതിക വശങ്ങളടക്കം അദ്ദേഹം വിശദീകരിക്കുന്നു. മറുപടി ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്, ആ പെർസ്പെക്റ്റീവിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതിൻ്റെ ചില പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ചില കണക്കൂട്ടിനെ കുറിച്ചോ അല്ല, ഇതിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച്. എന്താ കാഴ്ചപ്പാട്? നമ്മൾ മിഡിൽ ഇൻകംൻ്റെ സ്ഥാനത്തേക്ക് എത്തണമെന്ന് പറയുന്നു. ഓൾ റൈറ്റ്, എത്തിക്കൊള്ളൂ, നല്ലത് തന്നെ, അത് വേണം താനും. നമ്മുടെ സമ്പത്ത് വളർച്ച വേഗതയിലാവണം. പക്ഷെ അതിനുള്ള മാർഗം എന്താ? നിങ്ങളുടെ പെർസ്പെക്റ്റീവ് പ്ലാനിൽ ഊന്നുന്നത് കേരളത്തിൻ്റെ കോമ്പറ്റിറ്റീവ് അസറ്റായി മാറാൻ പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ കച്ചവടവൽക്കരിക്കുന്നതിനാണ്, ട്രേഡബിൾ സെക്ടേഴ്സാക്കി മാറ്റുന്നതിനാണ്. അത് ലാഭാധിഷ്ഠിതമായി കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ മൂലധന നിക്ഷേപം വരും. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യമൊക്കെ വളരുമ്പോൾ സമ്പദ്ഘടനയിൽ പ്രതികരണം ഉണ്ടാക്കുന്നത് മാത്രമല്ല, വിദേശികളൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ വന്ന് പഠിക്കാനും ചികിത്സക്കും വരും. അങ്ങനെ കേരളം വളർച്ചയുടെ വേഗത കൂടും. ഇതല്ലേ നിങ്ങളുടെ തുടക്കം തന്നെ സ്ട്രാറ്റജി ഫ്രെയിംവർക്കിൽ പറയുന്നത്. ഞങ്ങളിതിനെതിരാ. ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ ആരോഗ്യത്തെയും കച്ചവടമാക്കി മാറ്റുന്നതിനെതിരായിട്ടുള്ള നിലപാടാണ് ഇന്ന് ഞങ്ങളെടുക്കുന്നതല്ല. ഇന്ത്യൻ ഭരണഘടന ഈ ഉണ്ണികൃഷ്ണൻ കേസ് വരെ എടുത്തു വന്നിട്ടുള്ള നിലപാട്. അതിൻ്റെ ഫലമായിട്ട് എന്താ വെക്കുന്നത്? വ്യവസായം വളരുന്നതിനേക്കാൾ വേഗതയിൽ നിങ്ങൾ ഈ വാണിജ്യവൽക്കരിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ ആരോഗ്യത്തെയും വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ വിദ്യാഭ്യാസ ആരോഗ്യവും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇന്ന് അതങ്ങനെയല്ല, വേറെ പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് തുടങ്ങുന്നു നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഈ കേരളത്തിലെ LDF UDFും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് പല നിലപാടുകളിലും വ്യത്യാസമുണ്ടെങ്കിലും പൊതുവിൽ ഇവിടെയൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. നയങ്ങളിലൊക്കെ ആകെ അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷം ഇതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കറകളഞ്ഞ് ഒരു സൈദ്ധാന്തിക ചട്ടക്കൂട് തന്നെ ന്യൂ ലിബറൽ ചട്ടക്കൂടാക്കി
കേരളത്തിൻ്റെ വികസനം അതാണ് മാർഗം എന്ന് പ്രഖ്യാപിക്കുന്ന രേഖ വരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ രേഖയെക്കുറിച്ചല്ല ചർച്ച ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 1994 മുതൽ 2010-11 പിന്നെ ഇപ്പോൾ ഈ രീതിയിൽ മാറി മാറി 4ാമത്തെ സമ്മേളനമാണ്. ഒരു വലിയ വികസന സംവാദമാണ്. അതിൻ്റെ ഒരു അന്തർധാരകളുണ്ട്. അത് നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അതായിക്കോട്ടെ, നമുക്ക് ഈ 2 കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ വെക്കാം. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. യെസ്, തീർച്ചയായും താങ്കളിലേക്ക് മടങ്ങിയത് ശ്രീ ഡോക്ടർ BA പ്രകാശ്. ഒരു പക്ഷേ പല രാഷ്ട്രീയം മാറ്റിവെക്കാം. കാരണം കേരളത്തിൻ്റെ സമഗ്ര വികസനമാണല്ലോ. അവിടെ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന പരിപ്രേക്ഷ്യമുണ്ട്. അതിലൂടെ ഒരു പക്ഷേ കണ്ണോടിച്ച് കഴിഞ്ഞാലും പൊതുവായ പ്രശ്നങ്ങൾ പലപ്പോഴും ഉയർന്ന് നിഴലിച്ച് നിൽക്കുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വികസനം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം അടക്കം വൈദ്യുതി അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും മുന്നോട്ട് വെച്ച പദ്ധതികളൊന്നും തന്നെ ഒരു തുടർച്ചയാകാതെയോ അല്ലെങ്കിൽ പൂർണ്ണത കൈവരിക്കാതെയോ പോകുന്നു. അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിൽ ജനകീയ പങ്കാളിത്തം, ഞാൻ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ PPP എന്ന നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സമ്പ്രദായ രീതിയിൽ പോലും പുതിയ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ വരുമ്പോൾ അതൊരു പുതിയൊരു ചിന്താധാരയല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്? അതിനെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? അതായത് ഈ വികസന അജണ്ടയിലുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും ധാരാളം നിക്ഷേപം വരണം. ഏതാണ്ട് ഒരു 50,000 കോടി രൂപയുടെ നിക്ഷേപം ഒരു 10 വർഷത്തിനുള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലും മറ്റ് പല മേഖലകളിലും വന്ന് എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് മെച്ചമാക്കണം, അങ്ങനെ സംസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇതെങ്ങനെ നേടും? ഇപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇന്നത്തെ ധനസ്ഥിതി മോശമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ശമ്പള പരിഷ്കരണവും മറ്റു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയാൽ അത് വീണ്ടും മോശമാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ സമീപ ഭാവിയിൽ സംസ്ഥാനത്തിൻ്റെ റിസോഴ്സസിൽ നിന്നുകൊണ്ട് ഈ പണം ഉണ്ടാക്കാനൊക്കില്ല. രണ്ടാമത് പിന്നെ വേണ്ടത് എന്താണ്? അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ സമീപിക്കുക. അതിനെടുത്തിരിക്കുന്ന ഒരു സമീപനം എന്താണ്? കോർപ്പറേറ്റ്സുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവും പാടില്ല. കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പം പിടിച്ച ആളുകളാണ്. അവരുമായിട്ട് ഞങ്ങൾ ഒരു പരിപാടിയുമില്ല. അവരുടെ ഈ കമ്പോളവൽക്കരണത്തിന് ഞങ്ങൾ നിൽക്കിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 50,000 കോടി രൂപ വരുന്നത്? അല്ലെങ്കിൽ അതിന് മറുപടി എന്തായാലും തോമസ് ഐസക്കിന് ഉണ്ടാവും. ഞാൻ താങ്കളിലേക്ക് അതിനു മുമ്പ് ശ്രീ ഡോക്ടർ ഹരിലാലിലേക്ക് അത് ചോദ്യം BA പ്രകാശ് ഉന്നയിച്ചത് വലിയ കാതലായ ചോദ്യമല്ലേ? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാം, പൊതുകടമടക്കം റവന്യൂ കമ്മി അടക്കം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്തിയാൽ അത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിൽ പുതിയ ബാങ്കിങ് കേരളത്തിന് വേണ്ടി പുതിയ ബാങ്ക് അടക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി അടക്കം മുന്നോട്ട് വയ്ക്കുമ്പോഴും എവിടെ നിന്നാണ് നമ്മൾ ഇതിന് ധനസമാഹരണം ഉണ്ടാക്കുക? അത് വലിയൊരു ചോദ്യമല്ലേ? ഇവിടെ ശ്രീ പ്രകാശും അതുപോലെ തന്നെ CP ജോണും പറഞ്ഞതിന് ചില സാമ്യതകളുണ്ട്. CP ജോണും അതുപോലെ തന്നെ UDFും മിക്കവാറും സാമ്പത്തികകാര്യ ചർച്ചകളിൽ നേരത്തെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തെ ജപ്പാൻ്റെ നിലവാരത്തിലേക്ക്, അമേരിക്കയുടെ നിലവാരത്തിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചുകൂടാ, അതിനുവേണ്ടി ഒരു അവസരം നൽകുക, അത് നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോഴും 2030 രേഖയിലും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്താണ്? ശ്രീ ആലുൻ പ്രകാശ് പറഞ്ഞതാണ്. നേരത്തെ ഇതേ പ്രോമിസ് എല്ലാം വെച്ചു. പക്ഷേ ധനകാര്യ ഭരണത്തിൻ്റെ കുഴപ്പം കൊണ്ട്, ആസൂത്രണ ഭരണത്തിൻ്റെ കുഴപ്പം കൊണ്ട് നമുക്ക് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത നില, അതായത് പഴയ കേരളത്തിൻ്റെ അവസ്ഥയിൽ പോലും നിൽക്കാൻ കഴിയാത്ത നിലയിലേക്ക് കേരളത്തിൻ്റെ ധനകാര്യം എത്തിച്ചു, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യവസായ, കൃഷി രംഗങ്ങളെല്ലാം എത്തിച്ചു. അതുകൊണ്ട് 2030 ആ രേഖയുടെ പ്രശ്നം മാത്രമല്ല, പ്രായോഗികമായിട്ട് വരുമ്പോൾ കേരളത്തിന് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഓരോ UDF ഗവൺമെൻറ്റും കാര്യങ്ങളെ എത്തിക്കുകയാണ്. അതിൽ നിന്ന് മാറി നടക്കാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തെളിയിച്ചത്. വളരെ അനാരോഗ്യകരമായിട്ടുള്ള ധനകാര്യസ്ഥിതിയിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു. ട്രഷറി പൂട്ടുന്ന അവസ്ഥ ഒഴിവായി. ഏതാവശ്യത്തിനും പണം ആവശ്യത്തിനുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെയുള്ള ഒരു
സദ്ഭരണത്തിൻ്റെ കോണ്ടക്സിലാണ് ശരിയായ കാഴ്ചപ്പാട് കൂടി ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരുപക്ഷെ ശ്രീ ഡോക്ടർ ഐസക്കിനടക്കം അക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ താങ്കളിലേക്ക് എത്തുന്നതിന് മുമ്പ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി രാജനിലേക്ക് പോകുന്നു. ശ്രീ രാജൻ, താങ്കൾ ഒരുപക്ഷെ കേട്ട് കാണും ചർച്ചയുടെ ഗതി. ഡോക്ടർ തോമസ് ഐസക്ക് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം അതൊരു പുതിയ ഒരു പദ്ധതികളുടെയൊക്കെ അല്ലെങ്കിൽ തയ്യാറാക്കിയ പദ്ധതികളിൽ വലിയ പുതുമ ചെയ്യാൻ കഴിയാമായിരുന്നു, ചെയ്തിട്ടില്ല, അതോ ചെയ്ത കാര്യങ്ങൾ വീണ്ടും പൊടിതട്ടി മിനുക്കുന്ന രീതിയിലേക്കാണോ? ഇന്ന് ഒരുപക്ഷെ ഈ പറയുന്ന വികസന രേഖയിൽ പുതിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനമുണ്ട്, ജനകീയ പങ്കാളിത്തത്തോടുകൂടി പൂർണ്ണമായും പദ്ധതികൾ, അവിടെയും വലിയ വെല്ലുവിളികൾ ഒരുപക്ഷെ ഡോക്ടർ പ്രകാശ് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തിൻ്റെതടക്കം കോർപ്പറേറ്റ് തലങ്ങളിലേക്ക് മൃദു സമീപനം സ്വീകരിക്കപ്പെടാതെ പോകണം തുടങ്ങിയ നിഷ്ഠയോടുകൂടിയ ഒട്ടേറെ നിർദ്ദേശങ്ങൾ താങ്കൾ പൊതുവെ നോക്കിക്കാണുമ്പോൾ വെല്ലുവിളി ഉയർത്തുന്നതാണോ, നടപ്പാക്കിയാൽ നാളേക്ക് വലിയ ഒരു കരുതലായി മാറുമോ പൊതുവെ വിലയിരുത്തിയാൽ? ശ്രീരാജൻ. ഈ പഠന കോൺഗ്രസും അതിൻ്റെ രേഖകളും പലതവണ വന്നിട്ടുള്ളതാണ്, പ്രകടന പത്രികകൾ പോലെ. ഞാൻ വെറും സാധാരണ കേരള അഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്കുള്ളൂ. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. അതിന് അത്ര വിലയെ കൊടുക്കാനും പാടുള്ളൂ. നമ്മളുടെ കേരളത്തെ സംബന്ധിച്ച് ആദ്യം തന്നെ പറയുന്നത് ഇപ്പോൾ 70-ന് ശേഷമാണ് ഗൾഫിലേക്ക് പോയത്. അത് മുമ്പ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് കാര്യങ്ങളിലും പണം മുടക്കിയതിൻ്റെ ഒരു നേട്ടം എന്ന നിലയ്ക്ക് ആണ് ശ്രീ ഐസക് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് അങ്ങനെയാണ് എന്നുള്ളതിനോട് പൂർണ്ണമായി എനിക്ക് യോജിപ്പില്ല. കേരളീയർ പണ്ടും 2ാം ലോക മഹായുദ്ധ കാലം തൊട്ട് തന്നെ പുറത്തു പോയി പണം സമ്പാദിച്ച് അത് കേരളത്തിൻ്റെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട്. ഒരു പരിധിവരെ സാമൂഹ്യ മാറ്റത്തിന് പോലും, ഉദാഹരണത്തിന് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ സ്വന്തം പാടത്തിൽ മാത്രം പണിയെടുക്കുന്നവർ ആസാം കൂലികളായി പോയത് പോലും രാജ്യത്തിൽ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കുന്നതിലും കുറച്ച് പണം അടിത്തട്ടിലേക്ക് എത്തിക്കുന്നതിലും പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പങ്കാണെന്ന് പലതവണ അമർത്യസൻ വരെ തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല. രാജവാഴ്ച കാലത്ത് തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ബ്രിട്ടീഷ് എംപയറിൽ കണക്കാക്കി നോക്കിയാൽ തിരുവിതാംകൂർ, കൊച്ചി, അതും രാജവാഴ്ചയുടെ കീഴിൽ, മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നിട്ട് പോലും കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ അത്ര ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ധർമാശുപത്രികൾ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലയുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയും അതിനുണ്ട്. പക്ഷെ അത് മാത്രം അവർ അവകാശപ്പെടുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. രാജവാഴ്ചയ്ക്ക് പോലും ഉണ്ടായിരുന്നു. ഈ മേഖല പിന്നോട്ട് പോയി എന്ന് പറയുന്നത് ശരിയല്ല. അതിൽ സ്വകാര്യവൽക്കരണം, അവരുടെ ആധിപത്യവും വളരെയധികം കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗുണനിലവാരം കുറഞ്ഞിട്ടുമുണ്ട്. ഗുണനിലവാരത്തിൽ എങ്ങനെ ഉയർത്താം എന്നുള്ളതിന് പഠനരേഖയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, റോഡ് വികസനം വേണം എന്ന് മാന്യ സുഹൃത്ത് പ്രകാശം പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനൊരു കേരളത്തിലെ ബാങ്ക് തുടങ്ങണം എന്ന് ശ്രീ പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് കേട്ടു. പണം ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണം, വിദേശ നിക്ഷേപങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ശേഖരിക്കേണ്ട ആവശ്യമില്ല. കോപ്പറേറ്റീവ് ബാങ്കുകളും മറ്റുമൊക്കെ കൂടുതൽ പലിശ കൊടുത്ത് തയ്യാറാകുകയാണെങ്കിൽ ആരെങ്കിലും പണം മുടക്കാതിരിക്കുമോ? ഗവൺമെൻറ് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പണം മുടക്കും. പണം മുടക്കുമ്പോൾ റിട്ടേൺ കിട്ടണം. ഇവിടെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഒരു കാര്യം നോക്കുക. നമ്മൾ പഴയ കാര്യങ്ങൾ, കശുവണ്ടി വ്യവസായം എങ്ങനെയാണ് പൊളിഞ്ഞത്? ദക്ഷിണ മേഖലയിൽ മുഴുവൻ ഒരേ കൂലി വേണം എന്നായിരുന്നു നമ്മുടെ ഒരു ഡിമാൻഡ്. തമിഴ്നാട് അത് കൂട്ടാക്കിയില്ല. അപ്പോൾ കശുവണ്ടി മുതലാളിമാർ എല്ലാം തന്നെ തമിഴ്നാട്ടിലേക്ക് കശുവണ്ടി ഫാക്ടറി മാറ്റി. അവിടെ കൂലി കുറവാണ്. അവിടെ ഒരു കുടുംബത്തിലെ മൊത്തം കൂലി ചെയ്യുകയും അങ്ങനെ കുടുംബത്തിലെ വരുമാനം കൂട്ടുകയും ഇവിടെ ഒരാളുടെ കൂലി കൂട്ടുകയും ചെയ്തു. ഇത് ശരിയോ തെറ്റോ ആണെന്നല്ല. നമ്മൾ ഒരു വശത്ത് തന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം, കൂടുതൽ അധികാരം വേണം, രാഷ്ട്രീയ അധികാരം വേണമെന്ന് വാദിക്കുകയും അതേ സമയത്ത് സാമ്പത്തികമായിട്ട് തിരക്കിലാണെന്നറിയെങ്കിൽ കൂടി അവസാനമായി മറുപടി. ഒരുപക്ഷെ CP ജോൺ അടക്കം പറഞ്ഞ കാര്യങ്ങൾ താങ്കളുടെ മുന്നിലുണ്ട്. ഡോക്ടർ BA പ്രകാശ് സൂചിപ്പിച്ചതുപോലെ പുതിയൊരു ബാങ്ക് വലിയ ഒരു പക്ഷേ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു ഘടകമാണ്. മാത്രമല്ല, എന്തായാലും സുസ്ഥിര വികസന പദ്ധതികൾ, കോർപ്പറേറ്റിൻ്റെ ടച്ച് വൻതോതിൽ ഉണ്ടാകാതെ അതൊരു വലിയ ഒരു വെല്ലുവിളിയാണോ താങ്കളെ സംബന്ധിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന രേഖയിൽ കോർപ്പറേറ്റ് ടച്ച് വലിയ തോതിൽ ഉണ്ടാകരുത്, പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലൊരു നിഷ്ഠയോടെ പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ അത് ഉൾക്കൊള്ളുന്നുണ്ടോ? കേരളത്തിൽ നമുക്ക് പുതിയ തരത്തിലുള്ള വ്യവസായങ്ങൾ വേണം എന്നുള്ള കാര്യത്തിൽ LDF UDF ഇപ്പോൾ തർക്കമില്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാലും തൊട്ട് വരുന്നില്ല.
IT-യിലായാലും BT-യിലായാലും എന്തിലായാലും നമ്മൾ ആ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് വരുന്നില്ല. അതിനുള്ള നിക്ഷേപം വരുന്നില്ല. ആ കോർപ്പറേറ്റ് നിക്ഷേപം വരണം കേരളത്തിൽ. അതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ലെന്ന്. അതിനുവേണ്ടി ആര് നിക്ഷേപം മുടക്കാൻ വന്നാലും അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് വരുന്നില്ല? അവരെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെയും നമ്മുടെ പരിസ്ഥിതി നിയമങ്ങളെയും തൊഴിൽ നിയമങ്ങളെയും എല്ലാം തള്ളിക്കളഞ്ഞ് അവർക്ക് ഈ ഗുജറാത്തിലെ പോലെ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല. പക്ഷേ പിന്നെ കേരളത്തിൽ എന്താ ഒരു അട്രാക്ഷൻ ഉള്ളത്? കേരളത്തിൽ വളരെ ഉയർന്ന രീതിയിലുള്ള ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഉയർന്ന നിലവാരം ഇവയൊക്കെ സൃഷ്ടിക്കണം. ഈ പശ്ചാത്തല സൗകര്യം സൃഷ്ടിക്കുന്നത് ഈ കോർപ്പറേറ്റ് ശക്തികളൊക്കെ വരുന്നതിന് വേണ്ടി തന്നെ അവരൊന്ന് മുതൽ മുടക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവർ ഒഴിവാക്കി ഓടിക്കാനല്ല. ഇങ്ങനെ പശ്ചാത്തല സൗകര്യങ്ങൾ വളരാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ഇപ്പോൾ നേരത്തെ ആൽവിൻ പ്രകാശ് പറഞ്ഞതുപോലെ 5 വർഷത്തിനുള്ള 50,000 കോടി, 10 വർഷമല്ല, 5 വർഷത്തിലുള്ള 50,000 കോടിയെങ്കിലും നമുക്ക് മുതൽ മുടക്കാൻ പറ്റണം. അതിന് ഇപ്പോൾ രാജൻ സാറ് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ പണമുണ്ട്. ഇതെങ്ങനെ ഈ സ്ഥിതിയിലേക്ക് ചാനലൈസ് ചെയ്യും? ഈ വെല്ലുവിളി പഠന കോൺഗ്രസ്സിൽ വളരെ ശക്തമായിട്ടും ഭാവനാപൂർണമായിട്ടും മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്നാണ് ഇത് ഡെപ്പോസിറ്റായി സമാഹരിക്കാൻ പറ്റുന്ന നമ്മുടേതായിട്ടുള്ളൊരു ബാങ്ക്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു നമുക്കൊരു SPV ഉണ്ടാക്കാം, മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ നിശ്ചിതമായി കൊടുക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി വരുമാനം ഇവർ പണയപ്പെടുത്തിയിട്ട് വായ്പ എടുത്തിരുന്ന് റോഡ് പണിയട്ടെ, ഒരു 40,000 കോടി രൂപ റോഡ് പണിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. 5 വർഷം അടയിരുന്നില്ലേ? എന്നിട്ട് ഇപ്പോഴല്ലേ വീണ്ടും രണ്ടാമത് പൊടിയെട്ടിയെടുക്കുന്നത്, ഒരു ബോണ്ടിറക്കാൻ തീരുമാനിക്കുന്നത്? കേരളത്തിലെ ട്രഷറി സേവിങ്സ് ബാങ്കിലുള്ള മുഴുവൻ പണവും അത് ഏത് ബാങ്കിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞെല്ലാം വിട്ടതിന് ശേഷം ഇപ്പോൾ ട്രഷറി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാലോചിക്കണം. 5 വർഷം കേരളത്തിന് വെറുതെ കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഈ പഠന കോൺഗ്രസിൻ്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് വെക്കുന്നൊരു കാര്യം, എങ്ങനെ ഇത്തരത്തിൽ മോബിലൈസ് ചെയ്തൊരു 50,000 കോടി രൂപയെങ്കിലും കേരളത്തിൽ മുടക്കി നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കാമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ഇത്രയും വലിയ തുക അവിടെ മുടക്കുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവരുണ്ട്. ആ പാവപ്പെട്ടവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും രാജൻ പറഞ്ഞു. നമ്മുടെ തൊഴിലിൻ്റെ പാതി കൂലിക്ക് അവിടെ പണിയെടുക്കാൻ തയ്യാറാണ്. അവരുമായിട്ട് കൂലി കുറച്ച് മത്സരിപ്പിക്കാൻ കേരളത്തിൽ പറ്റത്തില്ല. നമ്മൾ വ്യവസായങ്ങൾ ആധുനീകരിക്കേണ്ടി വരും. ആ ആധുനികവൽക്കരണം നടക്കുന്ന വേളയിൽ ഇന്നുള്ള പാവപ്പെട്ടവർ അവരെ സംരക്ഷിച്ചേ ഒരു ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവർക്ക് സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷ നൽകാനുള്ളൊരു പാക്കേജ്, ഇതാണ് ഈ കാഴ്ചപ്പാടിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട. അപ്പോൾ അങ്ങനത്തെ നൂതനമായ ഒരു സമീപനം അംഗീകരിക്കുന്ന രേഖയാണ് ഞങ്ങൾ പഠന കോൺഗ്രസിൽ ചർച്ച ചെയ്തു. വളരെ തോമസ് ഐസക് തിരക്കുകൾക്കിടയിലും പ്രതികരിച്ച് എന്തായാലും വരട്ടെ കാണാമെന്ന രീതിയിൽ തന്നെ എന്തായാലും അതിൻ്റെ മുന്നോട്ട് വെച്ച അജണ്ട അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഏത് രീതിയിലാണ് കണ്ടറിയാമെന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ഇടവേളയ്ക്ക് പോയ ശേഷം നമ്മോടൊപ്പം CP നാരായണൻ CPM നേതാവ് നമ്മോടൊപ്പം ചേരും. പ്രകാശ്, ഒരുപക്ഷെ രാജ്യത്തെ നട്ടല്ലായിരുന്ന കാർഷിക മേഖലയിൽ അതിൻ്റെ മുരടിപ്പ് എല്ലാ വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം കൈകാര്യം ചെയ്യുന്നു. ഇതുവരെയും പ്രായോഗികമായ ഒരു പദ്ധതി രൂപപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ മുരടിപ്പ് രൂപപ്പെട്ടതിന് ശേഷം പ്രായോഗികമായൊരു പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ഇടത്തരക്കാരുടെ അവരുടെ സമ്പത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തെ ഈ കാർഷിക മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രായോഗിക പദ്ധതി അതൊരു പക്ഷേ നല്ല രീതിയിൽ പരിശോധിച്ചാൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ടയിൽ എടുത്തു പറയുന്ന കാർഷിക മേഖലയിൽ ഒന്നാണ്. അതിനെ ഒരു പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ ഗുണകരമാകില്ല. ഇതുവരെ നടപ്പാക്കിയ പദ്ധതികളൊന്നും തന്നെ അത് കുറിക്ക് കൊള്ളാത്ത സാഹചര്യത്തിൽ, അതായത് ഈ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് കൃഷിക്കാരും അടുത്ത ജനറേഷനും എല്ലാം പിന്മാറുന്നു. ആ മേഖല വളരെ ലാഭകരമായി വരുന്നില്ല. പിന്നെ വിദ്യാഭ്യാസവും ബാക്കിയുള്ള മാറ്റങ്ങൾ കൊണ്ട് കാർഷിക മേഖലയിലുള്ള ഒരു മറ്റു മേഖലയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ശരിക്കും കാർഷിക മേഖലയിൽ ഒരു ഗൗരവമായ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാർഷിക മേഖലയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് നമ്മൾ പോകണം.
പക്ഷേ എന്തുകൊണ്ട് ഏത് തരത്തിലേക്കൊന്നും നടപടിയിലേക്ക് പോകാൻ ആസൂത്രണത്തിൽ എന്തുകൊണ്ട് പിഴവ് സംഭവിക്കുന്നു എന്നുള്ള ഒരുപക്ഷെ അവിടെ ഇവർ പറയുന്ന വികസന രേഖയിൽ തുടങ്ങി വെച്ചു ഒരുപക്ഷെ പച്ചക്കറി അല്ലെ ജൈവ പച്ചക്കറി പദ്ധതികൾ പോലും ഒരു ഗുണപരമായ രീതിയിൽ പരീക്ഷിച്ചു വിജയം കണ്ടു. ആ അടിസ്ഥാനമായ രീതികൾ പോലും അവലംബിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, വിജയം കണ്ട പദ്ധതി വേണ്ട രീതിയിൽ നടപ്പാക്കി കഴിഞ്ഞാൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന ഒരു ബോധ്യം നിലനിൽക്കെ സർക്കാരിന് എന്തുകൊണ്ട് ഇത്തരം പദ്ധതികളിലേക്ക് ഒരു ഉൾക്കാഴ്ചയോടുകൂടി ഇടപെടാനോ അല്ലെങ്കിൽ വിജയം കൈവരിക്കാനോ കഴിഞ്ഞില്ല? അതാണ് ഒരു പക്ഷേ പ്രസക്തമായ ചോദ്യം. അല്ല, ഈ നമ്മുടെ ഇവിടുത്തെ വാർഷിക പദ്ധതി പരിശോധിച്ചാൽ നമ്മൾ 10-60 വർഷമായെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരുകളുടെ വകുപ്പുകളുടെ പദ്ധതികൾ വളരെ കാര്യക്ഷമമായിട്ട് നടത്താനായിട്ടുള്ള കഴിവോ പ്രാപ്തിയോ താല്പര്യമോ ഇതുവരെ നോക്കണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി ഏതാണ്ട് അതുപോലെയാണ്. ഒരുപക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ ഒഴിച്ച് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവർക്ക് സർക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് പദ്ധതികൾ നേരെ നടത്തി ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതൊരു വലിയൊരു വീക്ക്നെസ്സാണ് എല്ലാ മേഖലകളിലും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മെച്ചമായിട്ടുള്ള ഒരു പദ്ധതി രൂപീകരണം, അതിൻ്റെ ഒരു ടൈം ബൗണ്ടായിട്ടുള്ള 19 വർഷമായിട്ട് നമ്മൾ നമുക്ക് നേടാൻ കഴിയാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും പദ്ധതിയുടെ രൂപീകരണവും നടത്തിപ്പ് മെച്ചമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നല്ല നിർദ്ദേശങ്ങൾ ആ മേഖലയിൽ. ശ്രീ ഹരിലാൽ, അവിടെ ഞാൻ കാർഷിക മേഖലയിൽ പരിശോധിച്ചാൽ, കാരണം തൊഴിലില്ലായ്മ അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖല രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വലിയൊരു സമാന്തര ഒരു ബദൽ സംവിധാനം അത് എത്രത്തോളം ഉൾക്കാഴ്ചയുള്ളതാണ്? ഇവിടെ ഡോക്ടർ പ്രകാശ് സൂചിപ്പിച്ചതുപോലെ പദ്ധതികൾ ഒരുപാടുണ്ട്, പക്ഷേ അത് രൂപപ്പെടുത്തുന്ന രീതിയിലാണോ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു? അല്ല, ഈ കാർഷിക മേഖലയിൽ നമുക്കറിയാമല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം പൊതുവെ കാർഷിക മേഖലയ്ക്ക് എതിരാണ്. അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും പ്രശ്നമുണ്ട്. പക്ഷേ കേരളത്തിൽ എപ്പോഴെല്ലാം കൃഷിക്കാർക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ? കാരണം കൃഷിക്കാരെല്ലാം വളരെ ചെറുകിട കൃഷിക്കാരാണ്, ഒരേക്കറി താഴെയുള്ളവരാണ് വളരെ കൂടുതലും. അപ്പോൾ അവർക്ക് സംഘടിതമായിട്ടുള്ള ശേഷിയില്ല. വളം വാങ്ങിക്കുന്നതിൽ, അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടെത്തുന്നതിൽ, ഗവേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ കൃഷിക്കാർക്ക് ഗവൺമെൻറ്റിൻ്റെ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് വേണം. എവിടെയെല്ലാം ആ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ, പഞ്ചായത്തുകളിലാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിലാണെങ്കിലും കൃഷിക്കാർ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്, ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനത്തിൻ്റെയും മുട്ടയുടെ ഉൽപ്പാദനത്തിലെയും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള വളർച്ച അത് ചിലത് പിന്നീട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നെൽകൃഷിയുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൃത്യമായിട്ട് പ്രൊക്യൂർമെൻറ്റ് നടന്നപ്പോൾ, കൃഷിക്കാർക്ക് ആദായ വില കൊടുത്തപ്പോൾ ആ മേഖലകളിലെല്ലാം നല്ല രീതിയിലുള്ള പ്രകടനമുണ്ടായി, വളർച്ചയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ ജനകീയ പച്ചക്കറി കൃഷി നല്ല രീതിയിലുള്ള പ്രതികരണം കൃഷിക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കൃഷിക്കാർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക, അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കൊടുക്കുക. അതിപ്പോൾ നമ്മൾ ഒരു മേഖലയിലും ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയുന്നില്ല. അത് ചെയ്യുക എന്നുള്ളത് ഈ ബദൽ പരിപാടികളുടെ ഭാഗമാണ്. മറ്റ് സപ്പോർട്ടുകൾ അവിടെ പക്ഷേ CPയോട് ചോദിക്കുക, അവിടെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഒട്ടേറെയുണ്ട്. കാർഷിക മേഖല അല്ലെങ്കിൽ ഏത് പദ്ധതിക്കായാലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പലപ്പോഴായി സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല. ഈ വികസന രേഖ പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പലപ്പോഴും കേന്ദ്രാവിഷ്ഠ പദ്ധതികൾ ലഭിക്കുന്നില്ല എന്ന് നമ്മൾ വിലപിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന ആരോപണങ്ങളോ അല്ലെങ്കിൽ വാദങ്ങളോ ആ രീതിയിൽ മാത്രം പോകുന്നു. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ലഭിച്ചില്ലെങ്കിൽ കൂടിയും കാര്യക്ഷമമായി സംസ്ഥാനത്തിന് രൂപീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ബദൽ സംവിധാനം കൂടുതൽ പല പ്രോജക്റ്റുകളിലും പറയുന്നുണ്ട്. അതൊരു പുതിയ ഒരു ഉണർവാണോ കാണിക്കാൻ പോകുന്നത്, അതോ വെല്ലുവിളി എന്ന അർത്ഥത്തിലാണോ അതിനെ കാണേണ്ടത്? അല്ല, വെല്ലുവിളി വേണമെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ വീക്ഷിക്കാം. പ്രധാന സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ കാർഷിക മേഖലയെ തൊട്ട് സത്യം ചെയ്ത് പറയുകയും എല്ലാ ഗവൺമെൻറ്റും, കോൺഗ്രസിൻ്റെ ആയാലും BJP ആയാലും, ഈ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നു പറയും. ആകെ ചെയ്യുന്നത് അവർക്ക് കൊടുക്കുന്ന വായ്പ, ബാങ്ക് വായ്പ, അതാണ് വർദ്ധിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റ്, ഈ വർഷത്തെ ബഡ്ജറ്റിലും കഴിഞ്ഞ 2015 ബഡ്ജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടായി 7 ലക്ഷം കോടിയിലധികം രൂപ അവർക്ക് കൊടുക്കുന്നത് എന്താ വായ്പയാണ്. അതിന് ബാങ്ക് പലിശ വാങ്ങും, അല്ലെങ്കിൽ അവർ ആ ഭൂമി പിടിച്ചെടുക്കും. മറിച്ച് അവർക്ക് ഈ ഉൽപ്പാദനത്തിന് വേണ്ട കാര്യങ്ങൾ സഹായം ചെയ്യുക, ഉൽപ്പന്നത്തിന് നല്ല വില കൊടുക്കുക. എന്തുകൊണ്ടാണ് ഉൽപ്പന്നത്തിന് വില കൊടുക്കാതിടത്തോളം കാലം ഈ വ്യാപാരികൾക്കോ വ്യവസായികൾക്കോ ആണ് നേട്ടം ഉണ്ടാവുക, കൃഷിക്കാർക്കല്ല. ഇത് വികസിത രാജ്യങ്ങളിൽ, ഇപ്പോൾ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളായാലും അമേരിക്കയിലായാലും വലിയ തോതിലുള്ള സബ്സിഡി പല രൂപങ്ങളിൽ കൃഷിക്കാർക്ക് കൊടുത്തിട്ടാണ് അവിടെ കൃഷിയെ വികസിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്.
എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? അതാണ്, അത് ചെയ്താലേ കൃഷിക്കാരെ, ഈ ചെറുകിട കൃഷിക്കാരെ ആ രംഗത്ത് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. ഇപ്പം ഞങ്ങൾ തന്നെ ഈ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്ന അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങി. അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ വഴിയോ അവർക്ക് നല്ല വില കിട്ടാറാക്കണം. അല്ലെങ്കിൽ ഒരു തവണയേ അവർ കൃഷി ചെയ്യുള്ളൂ, വീണ്ടും അത് ചെയ്യില്ല. അപ്പോൾ ആ സസ്റ്റൈനബിലിറ്റി നമ്മൾ വ്യവസായങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പലതരത്തിലുള്ള സഹായം കൊടുക്കുന്നുണ്ടല്ലോ. ആ തോതിലുള്ള സഹായം കാർഷിക മേഖലയ്ക്കും കൊടുക്കണം. അങ്ങനെ ചെയ്താലേ നിങ്ങൾ പറയും ഭക്ഷ്യസുരക്ഷ വേണം. ഭക്ഷ്യസുരക്ഷ വേണം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ അതിനുവേണ്ടി ത്യാഗം ചെയ്യുക, ആത്മഹത്യയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാക്കാതെ അവരെ നിലനിർത്തുകയും ആ രംഗത്തേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണമെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ആത്മവിശ്വാസം വേണം. ഞങ്ങളെ രക്ഷിക്കാൻ ആളുകളുണ്ടെന്ന്. ആ ആത്മവിശ്വാസത്തിന് പറ്റുന്ന വാഗ്ദാനമാണ് ഇപ്പോൾ നൽകുന്നത്. പ്രൊക്യൂർമെൻറ്റിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുട്ടനാട്ടിൽ കൃത്യസമയത്ത് പ്രൊക്യൂർമെൻറ്റ് നടക്കുന്നില്ല, എടുത്താൽ വില കൊടുക്കുന്നില്ല. പല സ്ഥലങ്ങളിലും പച്ചക്കറി നല്ല വിളവുണ്ടാകുമ്പോൾ കമ്പോളത്തിൽ വിലയിടുകയും നേന്ത്രപ്പഴം പോലും ഇത്തവണ വിലയില്ലാതായി. അപ്പോൾ അത് VFPCക്ക് ആണെങ്കിലും മറ്റ് രീതിയിലുള്ള സംഭരണം പൂർണ്ണമായി ഇല്ലാതായത് കൊണ്ടുള്ള പ്രശ്നമാണ്. സർക്കാർ ചെയ്യേണ്ട പണി ചെയ്യാതെ കൃഷിക്കാർ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. എപ്പോൾ സർക്കാർ സജീവമാവുന്നോ, സമൂഹം സജീവമാവുന്നോ, കൃഷിക്കാരുടെ ഭാഗത്തും നല്ല എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ശ്രീ രാജൻ, ഇവിടെ BA പ്രകാശ് അടക്കം സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിങ്സ് അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പ്രകടന പത്രിക പോലെ ആണ് കാര്യങ്ങളെ കാണേണ്ടത്. അല്ലെങ്കിൽ ദ്രുതഗതിയിൽ ഉള്ള പെട്ടെന്ന് ഇതിൻ്റെ ഇമ്പാക്ട്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം പണം എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉന്നയിച്ചു. താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഇത് വെറുമൊരു പ്രകടന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു പ്രകടന പത്രികയായിട്ടാണോ കാണേണ്ടത്? ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്തായാലും കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ശ്രമിച്ചാൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണോ താങ്കൾ വിലയിരുത്തിയത്? താങ്കളത് പുറത്ത് നിന്നുള്ള സാമ്പത്തിക വിദഗ്ധനേക്കാൾ ഉപരി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ദിശ കൂടി പരിശോധിക്കുന്ന വ്യക്തിയാണ്. ഞാനത് അല്ല ഗൗരവപൂർവ്വമുള്ള എക്സസൈസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഒരു വ്യക്തത കുറവുണ്ട്. അത് ആഗോളവൽക്കരണത്തിൻ്റെയും മൊത്തം ഒരു സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൻ്റെയും എല്ലാം പ്രശ്നമാണ്. കഴിഞ്ഞ അധികാരത്തിൽ വരാത്ത സമയത്ത് ഇടതുപക്ഷ മുന്നണി ഇറക്കിയ പ്രകടന പത്രികയിൽ ഈ കാര്യത്തെക്കുറിച്ച് ചില നല്ല സൂചനകളുണ്ടായിരുന്നു. ലേബർ സൊസൈറ്റി വരെ ഉണ്ടാക്കാനും കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സംഘങ്ങൾ ഗ്രാമഗ്രാമാന്തരങ്ങൾ ഉണ്ടാക്കുകയും അവരെ കൃഷിക്ക് ഉപയോഗിക്കുന്നതിനുള്ളൊരു പദ്ധതി അതിൽ അവർ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ രീതിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് എന്നെ പോലുള്ള സാധാരണക്കാരൻ പറയുന്നത്. കാരണം കൃഷിക്കാർ എന്ന് പറഞ്ഞാൽ ആ കൃഷിക്കാർക്ക് കിട്ടുന്ന പണം ഏറ്റവും പാവപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്നവന് കിട്ടിയാൽ ഗ്രാമങ്ങളിൽ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും വികസനം കൂടുകയും ചെയ്യും. കാർഷികോൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചതുകൊണ്ട് മൊത്തം ആളുകളുടെ ജീവിത നിലവാരം ഉയരുമോ, അവർക്ക് കഷ്ടപ്പാട് കൂടുകയില്ലേ എന്നുള്ളത് മാർക്സിസ്റ്റ് ചിന്തകർക്ക് തന്നെ സംശയമുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് അശോക മിത്ര ഇവിടെ വന്ന AKG സെൻറ്ററിൽ തന്നെ ഒരു പ്രസംഗത്തിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മയുള്ളത്. കാരണം കാർഷികോൽപ്പന്നങ്ങളുടെ വില വെറുതെ ഇങ്ങനെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വൻകിട കൃഷിക്കാർക്കാണ് അതിൻ്റെ നേട്ടം ഉണ്ടാവുക. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ നിർദ്ദേശിച്ച രീതിയിൽ ഗ്രാമങ്ങളിൽ ലേബർ സൊസൈറ്റി വഴിയോ അല്ലാതെയോ തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഭൂമി ആരുടേതായാലും മാക്സിമം ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഉദാഹരണത്തിന് ഒരു തെങ്ങിൽ നിന്ന് 40 തേങ്ങ കിട്ടുന്നത് വേണമെങ്കിൽ 400 തേങ്ങയാക്കാവുന്ന സാധ്യതയുണ്ട്. അതുണ്ടാക്കണമെങ്കിൽ ഈ വെറും 1/2 ഏക്കറുകാരന് താല്പര്യമില്ല. അവൻ NGOയോ വക്കീലോ ഡോക്ടറോ ഒക്കെ ആയിരിക്കും. ആ രീതി മാറ്റിയിട്ട് ഭൂമി ആരുടേതായാലും കർഷക തൊഴിലാളികളെയും ഈ തൊഴിലില്ലാത്ത ആളുകളെയും ഭൂമിയുമായി ബന്ധപ്പെടുത്തി മാക്സിമം ഉൽപ്പാദനം നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പു നൽകുകയും ചെയ്താൽ കേരളത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള വികസനം സാധ്യമാകും. തിരുവനന്തപുരം വരെ 6 മണിക്കൂർ ഉള്ളിൽ യാത്ര ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഗതാഗത സംവിധാനം ഏർപ്പെടുത്തുക, അത് കാര്യക്ഷമമാണോ? പ്രത്യേകിച്ച് കേരളത്തിലെ സംവിധാനത്തിൽ വികസനത്തിലേക്ക് പോകുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. ഇതൊക്കെ പറയാമെങ്കിലും ഇതിൻ്റെ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ വെല്ലുവിളി ഉയർത്തുന്നതല്ലേ? അല്ല, അത് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കണം. കാരണം ഒന്ന്, നമുക്ക് വേഗത്തിൽ യാത്ര ചെയ്യണം, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ബോധത്തിലാണ് ആധുനിക പൗരൻ നിൽക്കുന്നത്. ഞാൻ 60 വർഷം മുമ്പേ 55 വർഷം മുമ്പേ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച ഒരു ഇംഗ്ലീഷ് എസ്സേ അതിൽ അന്ന് പറയുന്നത് 1930കൾ എഴുതിയ ലേഖനമാണ്.
അപ്പോൾ ആളുകൾക്ക് ധൃതി കൂടുതലാണെന്ന്. ഈ ധൃതി കൂടുതൽ ഈ ആധുനിക മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. അത് ലോകത്താകെ ഉണ്ട്, അത് കേരളത്തിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗത്തിലെത്താൻ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാനിപ്പോൾ ഈ മറ്റേ അഹമ്മദാബാദ് ബോംബെ കോറിഡോറിലുള്ള ബുള്ളറ്റ് ട്രെയിനിൻ്റെ കാര്യമല്ല, ഇപ്പോൾ ഉള്ള ട്രെയിനുകളിൽ തന്നെ വേഗം വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ പാതകൾ വെച്ചുകൊണ്ട് തന്നെ 120 കിലോമീറ്റർ സ്പീഡിലേക്കൊക്കെ ആകാനുള്ള ശ്രമം റെയിൽവേ നടത്തുന്നുണ്ട്. നമുക്ക് വളരെ നീണ്ടു കിടക്കുന്ന കേരളത്തിൽ വടക്ക് നിന്ന് തെക്കേ അറ്റത്തേക്കോ അല്ലെങ്കിൽ തെക്ക് നിന്ന് വടക്കോട്ടോ വളരെ കുറഞ്ഞ സമയത്തിന് പോകത്തക്കവണ്ണം ഈ കാര്യം മെച്ചപ്പെടുത്താൻ നമുക്ക് ശ്രീ ബി എ പ്രകാശ്, അവിടെ താങ്കൾ അതിന് വിയോജിപ്പ് രേഖപ്പെടുന്നു. കാരണം ഭൂമിക്ക് അനുയോജ്യമായ വില അത് കൊടുക്കുക അല്ലെങ്കിൽ ഭൂവുടമകൾക്ക് നൽകിക്കൊണ്ട് എന്നിട്ട് കൂടിയല്ല ചർച്ചകൾ മാത്രം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ത്വരിതഗതിയിൽ ഈ ഒരു ഗതാഗത വികസനം, അത് അടിസ്ഥാന വികസനം പൊതുവെ നോക്കിയാൽ റോഡുകളുടെ വികസനം കാര്യക്ഷമമാണോ? അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ അത്ര മെച്ചമല്ല. എല്ലാ മേഖലകളിലും കാര്യമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. പൊതുവിൽ നമ്മൾ അടിസ്ഥാന ഘടക വികസനത്തിന് നമ്മുടെ ഇവിടെ അധികാരത്തിലിരുന്ന സക്സസീവ് ഗവൺമെൻറ്റ്സ് വലിയൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കും, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നാഗൂരിലേക്ക് പോകുന്ന റോഡ് ഇപ്പോൾ കുറച്ച് പണി അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. 10-60-70 വർഷമായിട്ട് ഒരേ റോഡ് തന്നെയല്ലോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴക്കൂട്ടം വരെ പോണ റോഡ് ഒരേ രീതി തന്നെയല്ലോ. ഇവിടെ പല ഗവൺമെൻറ് ഉണ്ടല്ലോ. അപ്പോൾ ബേസിക്കായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വലിയൊരു പ്രയോറിറ്റി കൊടുത്ത് പോയാലേ മൊത്തത്തിലുള്ള ഒരു വികസനത്തിൽ വലിയൊരു മാറ്റം വരുള്ളൂ. ആ നിലയിലുള്ളൊരു കാഴ്ചപ്പാട് ഇവിടെ പൊതുവിൽ സക്സസീവ് ആയിട്ടുള്ള ഗവൺമെൻറ്റ്സ് അത്ര ഇത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. യെസ്, എന്തായാലും അടുത്ത ഈ ഒരു വികസന രേഖയെ മുൻനിർത്തിയുള്ള ഒരു പ്രകടന പത്രിക എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതെല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ സംക്ഷിപ്ത രൂപം കൂടിയായിരിക്കുമല്ലോ. അങ്ങനെ ഒരു പ്രകടന പത്രിക ഇവിടെ 2030 UDF 2030 അടക്കം കേന്ദ്രീകരിച്ച് ലക്ഷ്യമിടുന്ന ഒരു പരിപ്രേക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടും താരതമ്യം ചെയ്താൽ ലെവലേശം വളരെ ചുരുക്കി ഒന്ന് വിലയിരുത്തിയ വളരെ ചുരുക്കം വാക്കുകൾ ഒരു പക്ഷേ വലിയ ഗുണകരമായ ഒരു മാറ്റമായിരിക്കും ഒരു പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഈ ഒരു വികസന അജണ്ട താങ്കൾ എങ്ങനെ നോക്കുകയാണ്? മുതിർന്ന പത്രപ്രവർത്തകനായ ശ്രീ രാജൻ കേരളത്തിൻ്റെ വികസന മാതൃകയുടെ നന്മ തുടങ്ങുന്നത് ഇടതുപക്ഷത്തിൽ നിന്നല്ല, അതിനു മുമ്പ് രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഒരുപാട് നല്ല മാറ്റങ്ങൾ കേരളത്തിൽ വന്നിരുന്നു, സാമൂഹ്യ നീതിയിൽ ഊന്നിയിരുന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണ്, തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം അതിനു മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ആ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഫലമായിട്ട് രാജാക്കന്മാരുടെ കാലത്ത് തന്നെ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ വന്നു. അതിനെ ഇരട്ടി ശക്തിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയൊക്കെ സംഭാവന. ആ സംഭാവനകളെ കൂടുതൽ ആർജവത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ആ പാരമ്പര്യത്തെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ പഠന കോൺഗ്രസിൽ വന്നിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രകടന പത്രികയായിരിക്കും CP നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ ഇന്ന് 2 ദിവസം അല്ലെങ്കിൽ ക്രോഡീകരിക്കുന്ന സമഗ്രമായ ഒരു വികസന അജണ്ട ഇത് തന്നെയായിരിക്കും ഒരു പക്ഷേ പ്രകടന പത്രികയായാലും. ഞാൻ അതിൽ അല്പം വ്യത്യാസം പറയും. ഈ എക്സസൈസ് പ്രകടന പത്രികയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതിൽ LDFലെ വിവിധ പാർട്ടികളിൽപ്പെട്ടവരും അല്ലാത്തവരുമായ പല രംഗങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ബൗദ്ധികമായ സംഭാവന ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് അവർ. ഇത് മുമ്പും കേരള പഠന കോൺഗ്രസ്സിൽ വരാവുന്നത്. അവർ ഇടതുപക്ഷത്തിൻ്റെ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രോഡ് വിശാലമായ ഇടതുപക്ഷ സമീപനം അതിനോട് യോജിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അതെല്ലാം എന്തായാലും ക്രോഡീകരിക്കപ്പെടും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത CP നാരായണൻ, ഒപ്പം തന്നെ ഡോക്ടർ KN ഹരിലാൽ, BA പ്രകാശ്, തോമസ് ഐസക്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജൻ ചർച്ചയിൽ പങ്കെടുത്തതിന് വികസന രേഖ സംബന്ധിച്ച് പഠന കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വികസന രേഖ അതിലെ വിശകലനങ്ങളും വിമർശനങ്ങളുമാണ് ചർച്ച ചെയ്തത്.